മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സുഖമാണോ എന്ന് ചോദിക്കാൻ മറന്നുപോയി. സുഖമായിരിക്കുന്നല്ലോ അല്ലേ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, ഈ ചോദ്യം കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മുഖത്ത് വരികയുന്ന ഒരു ചിരി ഞാൻ കാണുന്നുണ്ട്. അതിനെ പ്രതി ഞാൻ ഈശോയെ മഹത്വപ്പെടുത്തുകയാണ്. നമുക്കെന്നെ മനസ്സ് തുറന്ന് ചിരിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് വലിയൊരു അനുഗ്രഹമല്ലേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ചിന്തിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം, അതായത് പാപം ഉറയ്ക്കാൻ സാധ്യതയുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ്. തലക്കെട്ടിൽ അങ്ങനെയാണല്ലോ പറഞ്ഞിരിക്കുന്നത്. പാപം ഉറയ്ക്കാൻ സാധ്യതയുള്ള ചില സാഹചര്യങ്ങളുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 27-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ വചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: കല്ലുകൾക്കിടയിൽ കുറ്റി ഉറച്ചിരിക്കുന്നത് പോലെ ക്രയവിക്രയങ്ങൾക്കിടയിൽ പാപം ഉറയ്ക്കുന്നു. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ പ്രധാനം പറഞ്ഞു, നിങ്ങൾ തന്നെ കണ്ടിട്ടില്ലേ, ചിലപ്പോൾ ഈ കല്ലിൻ്റെ ഇടയിൽ കൂടെ ചില മരമൊക്കെ കിളുത്ത് വരും അല്ലേ? എന്നിട്ട് വെറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ കുറ്റി അവിടെ ഉറച്ചു നിൽക്കും. എങ്ങനെ പറിക്കാൻ നോക്കിയാലും ഈ കല്ലിളക്കാതെ അത് പറിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് പോലെ നിങ്ങൾ തന്നെ പല ഈ വാട്സപ്പ് പല ഫോട്ടോസൊക്കെ നിങ്ങൾ കാണാറുണ്ടല്ലേ, മരത്തിൻ്റെ ഇടയ്ക്കൂടെ കല്ലിൻ്റെ ഇടയ്ക്കൂടെ കിളുത്ത് വരുന്ന മരത്തിൻ്റെയൊക്കെ പോലെ എന്ന് പറയുന്നത് പോലെ ക്രയവിക്രയങ്ങൾക്കിടയിൽ പാപം ഉറയ്ക്കുന്നു. അതിൻ്റെ അർത്ഥം തന്നെ ക്രയവിക്രയം, കൊടുക്കൽ വാങ്ങൽ, ബിസിനസ്, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മൾ താൽക്കാലികമായിട്ടൊരു കാര്യം നടക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ കൈക്കൂലി കൊടുക്കുന്നതായിരിക്കും. ചിലപ്പോൾ അതിനകത്ത് ഇച്ചിരി തരത്തിലുള്ള വചനം ലംഘിക്കുന്ന പ്രവൃത്തികൾ ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കുന്ന പ്രശ്നം എന്നറിയോ, 1-2 ആഴ്ച അങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് അങ്ങോട്ട് ഉറച്ച് പോകും അതിനകത്ത്. പിന്നെ അതിനകത്ത് കയറിപ്പോകാൻ അത്ര എളുപ്പമല്ല. അങ്ങനെ അല്ലാതെ പിന്നെ ബിസിനസ്സും കാര്യങ്ങളും കൊടുക്കൽ വാങ്ങലും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയ്ക്ക് വരാൻ ഒരു അപകട സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ടാണ് അതിനെ പറയുന്നത് ക്രയവിക്രയങ്ങൾക്കിടയിൽ പാപം ഉറയ്ക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചനത്തെ ഗൗരവമായിട്ട് എടുക്കണം. എൻ്റെ ഈശോയെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, ഇങ്ങനത്തെ എന്തെങ്കിലും മേഖല വചനം ലംഘിച്ച് പോകുന്ന മനുഷ്യർ ആരെങ്കിലും ഈ വചനം കേൾക്കുന്നു, എൻ്റെ ഈശോയെ അനുദപിക്കാനും കുമ്പസാരിക്കാനും കൃപ കൊടുക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ എന്ന് പറഞ്ഞു. ആമേൻ.